ചക്ക നന്നാക്കി കുരു കളഞ്ഞ് ചവിണിയും കളഞ്ഞ് അതിനെ വട്ടത്തിൽ നുറുക്കി കഴുകി വൃത്തിയായി എടുക്കുക. അത് ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ട് അടച്ച് വെച്ച് സ്റ്റവിൽ വയ്ക്കുക. ഒറ്റ വിസിൽ വരുമ്പോൾ അത് നമുക്ക് ഓഫാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇറക്കി അതിൻ്റെ എയർ കളഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ വേവ് കൂടും. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, വേപ്പില എടുത്ത് ചതച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇടാം. എന്നിട്ട് അത് ഇളക്കി കൊടുക്കുക. മൂത്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി മൂപ്പായി വരുമ്പോൾ കുത്തിപ്പൊടിച്ച മുളക് പൊടി കണ്ടോ, കുത്തിപ്പൊടിച്ച മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി ഒരു മൂപ്പായി വരുമ്പോൾ ചക്ക വേവിച്ച് വെച്ചത് അതിലേക്ക് കൊട്ടുക. കണ്ടോ, എന്നിട്ട് നന്നായി എല്ലാം ഇട്ട് നന്നായി ഇളക്കി മറിക്കുക. പാകത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. അത് അടുപ്പത്ത് വയ്ക്കുമ്പോൾ അതിന് ഉപ്പ് ഇടേണ്ട കാര്യം ഞാൻ മറന്നുപോയി. എന്നിട്ട് നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും ഉപ്പും മുളകും പിടിച്ചതിന് ശേഷം നമുക്ക് അത് ഇറക്കി വെച്ചിട്ടായാലും മതി, അല്ലെങ്കിൽ ഫ്ലെയിമിൽ ഇട്ടിട്ട് സ്റ്റോവിലിട്ടിട്ട് നമുക്ക് അതിൻ്റെ മേലെ നമുക്കൊരു സൂത്രം കൂടി ചെയ്യാനുണ്ട്. കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. ദഹനത്തിന് വേണ്ടിയാണ്. ചക്ക കഴിച്ചാൽ നമുക്ക് വയറ് വീർത്തുമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചക്ക മെഴുക്കുവരട്ടി റെഡി.